പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് നിരവധി വിനോദസഞ്ചാരികൾ ശ്രീനഗറിൽ കുടുങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് യാത്ര പോയവരിൽ പലരും യാത്ര അവസാനിപ്പിച്ചു മടങ്ങുകയാണ്. എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നാണ് ശ്രീനഗറിലും സമീപ പ്രദേശങ്ങളിലും കുടുങ്ങിയവരുടെ അഭ്യർത്ഥന. കോഴിക്കോട് മുക്കത്തു നിന്നുള്ള 51 സംഘം ശ്രീനഗറിൽ തുടരുകയാണ്. കശ്മീരിലേക്ക് പോയ സംഘത്തിലെ കോഴിക്കോട് മുക്കം സ്വദേശി ഹക്കിം വിവരങ്ങൾ പങ്കുവച്ചത് ഞെട്ടലോടെ. ഞങ്ങൾ ഇന്ന് 6 മണിക്ക് ശേഷമായിരുന്നു അങ്ങോട്ടുള്ള ഷെഡ്യൂള്. അപ്പൊ ഇന്നലെ തന്നെ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര പഹൽഗാമിലേക്കുള്ള യാത്ര റദ്ദാക്കി. പഹൽഗാമിലേക്കുള്ള യാത്ര തീരുമാനിച്ചിരുന്നത് ഇന്നാണ്. ആക്രമണത്തിനു പിന്നാലെ യാത്ര അവസാനിപ്പിച്ച് സംഘം മടങ്ങുന്നു. വയനാട്ടിലെ പോലീസ് ഓഫീസർ റസാഖും സംഘത്തിലുണ്ടായിരുന്നു. പഹൽഗാമിലെത്തിയപ്പോഴാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതെന്ന് കണ്ണൂർ സ്വദേശി ലാവണ്യ. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഞങ്ങൾ ഈ വാലി കയറിക്കൊണ്ടിരിക്കുമ്പം അവിടെയുള്ള കുറെ ഹോഴ്സ് റൈഡേഴ്സും അതുപോലെ തന്നെ കുറച്ച് വണ്ടികളൊക്കെ റിട്ടേൺ വരുന്നുണ്ടായിരുന്നു ഭയങ്കര സ്പീഡിൽ. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ 10-200 കുതിരകൾ കംപ്ലീറ്റ് സ്പീഡിൽ താഴത്തോട്ട് വരുമായിരുന്നു ഈ വാലിയുടെ. അവര് നമ്മളോട് എന്തെല്ലാം ആക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലായിണ്ടായില്ല. ആക്രമണത്തിന്റെ വാർത്ത അറിഞ്ഞതു മുതൽ കുടുംബം ഭീതിയിലാണ്. യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയാണെന്ന് തിരൂർ സ്വദേശി അബു താഹിർ. നമുക്ക് മനസ്സിലാകെ പേടിയിലാണുള്ളത്. കാരണം ഞാൻ ആ സമയത്ത് കൃത്യം പഹൽഗാമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കൊച്ചിയിലെ വരാപ്പുഴയിൽ നിന്ന് പോയ 28 അംഗ സംഘത്തിനൊപ്പമായിരുന്നു കൊല്ലപ്പെട്ട രാമചന്ദ്രനും കുടുംബവും ഹൈദരാബാദിൽ നിന്ന് ചേർന്നത്. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾ ശ്രീനഗറിലേക്ക്. ആ ഫ്ലൈറ്റിലെ രാമചന്ദ്രനും ഫാമിലിയും അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഫ്ലൈറ്റിൽ തന്നെ. അവര് വേറെ റൂട്ടിൽ പോയത്, വേറെ ട്രാവലിംഗ് ഏജൻസിയുടെ കൂടെ ആയിരുന്നു. കലൂരിൽ നിന്ന് പുറപ്പെട്ട എറണാകുളം സ്വദേശികളായ 28 പേർ ശ്രീനഗറിൽ കുടുങ്ങി. നാട്ടിലെത്താൻ വേണ്ട സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സംഘം ഹൈബി ഈഡൻ MP-യുമായി ബന്ധപ്പെട്ടു. മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കശ്മീരിന്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന വിവരവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവരെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഞങ്ങൾ എടുത്തു വരികയാണ്. തലശ്ശേരി സ്വദേശി ആഷിഖ് ഉൾപ്പെടെ 48 സംഘമാണ് പഹൽഗാമിലേക്ക് യാത്ര പോയത്. നമ്മുടെ അങ്ങോട്ടേക്ക് ഒരു കുതിര സവാരിയിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുതിര ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രം, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. ഭീകരാക്രമണത്തിന്റെ വിവരം അറിഞ്ഞതു മുതൽ ആശങ്കയിലായ പ്രിയപ്പെട്ടവർക്കരികിലേക്ക്. ന്യൂസ് ഡെസ്ക് 24.